തിരുനെൽവേലിയിൽ തള്ളിയ ആശുപത്രി മാലിന്യം നീക്കം ചെയ്യാൻ കേരളത്തിൽ നിന്ന് വൻ സംഘം. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ 20ഓളം ഉദ്യോഗസ്ഥർ സംഘത്തിലുണ്ട്. തൊഴിലാളികളടക്കം 70-അംഗ സംഘം നാളെ തിരുനെൽവേലിയിലെത്തും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷഫീദ്, അങ്ങനെ ഒടുവിൽ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ് സർക്കാർ. എങ്ങനെയായിരിക്കും ഈ മാലിന്യ നീക്കം? അതിനുള്ള പദ്ധതി തയ്യാറായിട്ടുണ്ടോ? എത്ര പേർ പോകുന്നുണ്ട്? ഏതൊക്കെയാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ? പ്രവീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒടുവിൽ ആ മാലിന്യം നീക്കാൻ, അതായത് സംസ്ഥാനത്തിൽ തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ ഹരിത ട്രൈബ്യൂണലിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മാലിന്യം നീക്കാൻ കേരളം തീരുമാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നടുക്കല്ലൂർ, കൊടകലന്നൂർ ഗ്രാമങ്ങളിലായിരുന്നു കേരളത്തിലെ RCC ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ബയോമെഡിക്കൽ മാലിന്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് തള്ളിയത്. ഏതാണ്ട് 3 പഞ്ചായത്തുകളിലായി പലതരത്തിലുള്ള മാലിന്യങ്ങൾ, കല്ലൂർ, പളവൂർ, കൊണ്ടാനഗരം പഞ്ചായത്തുകളിലായിരുന്നു 11ഓളം മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടായത്. പിന്നീട് കടുത്ത വിമർശനം അത് ഹരിത ട്രൈബ്യൂണലിന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിനുശേഷമാണ് ഈ വിഷയത്തിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ സംഘമെത്തി ആ മാലിന്യം നീക്കം ചെയ്യാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നേരത്തെ നൽകിയ വാർത്ത പോലെ തന്നെ അതിൽ ഈ ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ അടക്കം തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. തിരുവനന്തപുരം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ 20ഓളം ഉദ്യോഗസ്ഥർ നാളെ തിരുനെൽവേലിയിലെ സംഭവ സ്ഥലത്തേക്ക് എത്തും. തൊഴിലാളികളടക്കം 70-അംഗ സംഘം നാളെ തിരുനെൽവേലിയിലെത്തി മുഴുവൻ പ്രദേശത്തെയും മാലിന്യം നീക്കം ചെയ്യാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാലിന്യം ചെയ്യുന്നവ അത് തമിഴ്നാട്ടിൽ സംസ്കരിക്കുന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയില്ല. ക്ലീൻ കേരളയുടെ ഗോഡൌണുകളിൽ ഈ മാലിന്യങ്ങൾ എത്തിക്കും. അതിനുശേഷം വേർതിരിച്ച് സംസ്കരിക്കാനാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. തിരുവനന്തപുരം സബ് കളക്ടർ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ക്ലീൻ കേരള കമ്പനിക്കും നഗരസഭയ്ക്കുമാണ് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള ചുമതല. പ്രവിത. ശ്രീ ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. തിരുനെൽവേലിയിൽ തള്ളിയ ആശുപത്രി മാലിന്യം നീക്കം ചെയ്യാൻ കേരളത്തിൽ നിന്ന് വലിയ സംഘം പുറപ്പെടുകയാണ്. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അടക്കം തൊഴിലാളികളടക്കം ഈ സംഘത്തിലുണ്ട്. 70ഓളം പേർ നാളെ തിരുനെൽവേലിയിലേക്ക് പുറപ്പെടുമെന്നാണ് ഷഫീദ് റാവുത്തർ നൽകുന്ന വിവരം.